കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. ആക്രമണമേറ്റവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗർഭിണി ഉൾപ്പെടെ വാഹനത്തിൽ യാത്ര ചെയ്തവരെയും തെരുവുനായ ആക്രമിച്ചു. കൊട്ടാരക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണ്. കൊട്ടാരക്കര ചന്തമുക്ക്, പുലമൺ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ലോഡിംഗ് തൊഴിലാളിയടക്കം 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ഇവിടെ പട്ടിയുടെ ഭയങ്കര ശല്യമായിരിക്കുക. ഈ നമ്മുടെ തൊഴിലിന് പോയ പുറകെ വന്ന് ഒരു പട്ടി കടിച്ചു. പിന്നെ ഒരു ഓട്ടോ പയ്യനെ ഒരു കടി അടിച്ചു. ഇവിടുന്ന് 5 പേരെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പോട്ട് 12 മണിക്ക് പട്ടി കടിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പേ ഉണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടിൽ വിട്ടിട്ടുണ്ട്. അവരെ ഓരോ സ്ഥലപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നീലേശ്വരം, 1 കൊട്ടാരക്കര, 2 ഓർണാവട്ടം, 1 പനിവേലി. അങ്ങനെ 5 പേരെ കടിച്ചേക്കുന്നത്. നടന്നു പോയവരെ നല്ലോണം കടിച്ച് പറിച്ചിട്ടുണ്ട്. പട്ടി നേരെ ഓടിപ്പോയതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അകത്തോട്ടാണ് കയറി പോയേക്കുന്നത്. അത് അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്തു. അന്നേരം ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ വന്ന് എഴുതി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവരവരുടെ പേരുകൾ. നീ 6 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് നിവൃത്തിയില്ലാത്ത ആളാണ്. ബൈക്ക് യാത്രികനെയും ഓട്ടോയിൽ സഞ്ചരിച്ച ആളെയും തെരുവുനായ കയ്യിൽ ചാടിക്കടിക്കുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിലെ രോഗിയെ കണ്ട് പുറത്തിറങ്ങിയ യുവതിയെയും തെരുവുനായ ആക്രമിച്ചു. വൈകുന്നേരത്തോടെ നായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് അശോകസിലോട്ട് മോള് പോയിട്ടുണ്ട്. മോളെ നോക്കി ഇങ്ങനെ വാതിൽ തന്നെ നിന്നതാ. ഇത് പട്ടി വന്ന് കടിച്ചിട്ട് പിന്നെ കടിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് കൂടെ ചടിച്ചു. അടിച്ചപ്പോഴത്തേനും അത് ഓടിയങ്ങ് പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു, കാണിക്കാൻ പറഞ്ഞു. ഒരു ദിവസം തന്നെ കൊട്ടാരക്കര നഗരത്തിൽ ഗർഭിണിയടക്കം 12 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. സ്കൂൾ തുറന്ന സമയമായതിനാൽ തെരുവുനായ ശല്യം രൂക്ഷമായത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. അടിയന്തരമായി നഗരസഭ തെരുവുനായ ശല്യം ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര.